അങ്ങനെ ഞങ്ങൾ ഓട്സ് കൊണ്ടുണ്ടാക്കിയ അവൽ കഴിക്കുവാണ്. ഇവനും കഴിച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഇതേ ചുണ്ടുകളൊക്കെ ഇരിപ്പുണ്ട്. ഒത്തിരി കൊടുത്തന്നെ തൊണ്ടയിലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സൂപ്പറുണ്ട്. എനിക്കാണെങ്കിൽ ഇനി കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഏകദേശം ഞാൻ ഉണ്ടാക്കുന്ന രീതികളൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ ഡ്രൈ നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഉള്ളവർ. ഇതിനൊരു കടായി എടുക്കാം. ഇതിലൊരു ചീനച്ചട്ടിയോ എന്തെങ്കിലും എടുക്കാം. ശരിക്ക് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒന്ന് ഒഴിക്കാം കേട്ടോ. ഒഴിച്ച ശേഷം നമ്മൾ നേരത്തെ വെച്ച സാധനമുണ്ടല്ലോ, അതിൽ ഫസ്റ്റ് ഇടേണ്ടത് കടല ഇടാം കേട്ടോ. കടല പെട്ടെന്ന് ഫ്രൈ ആവണമല്ലോ, കടല ഇടാം. നേരെ ഞാൻ കടുക് ഇടുന്നില്ല കേട്ടോ, വെളുത്തുള്ളി ഇടുവാണ്. പച്ചമുളക്, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഞാൻ അറിയാതെ ഇച്ചിരി ഓട്സിൻ്റെ 2 പാക്കറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നേ. എന്ത് ഉണ്ടാക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴല്ലോ ഓട്സ് ഉണ്ടാക്കണ കാര്യം അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. അതായത് എൻ്റെ ഓട്സ് വെറുതെ വേസ്റ്റ് ആകില്ലല്ലോ എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞതിന്. അത് സൂപ്പറാണ്. അപ്പം ഒന്നൊരു ഇച്ചിരി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ തിങ്സിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച് മഞ്ഞളും ചേർക്കാറ്. സാധാരണ അവലുണ്ടാക്കുമ്പോൾ മഞ്ഞളും ചേർക്കാറുണ്ടല്ലോ, കുറച്ച് അവൽ ചേർക്കാറുള്ള മഞ്ഞളും ചേർക്കാറ്. ഒരു 1/4 സ്പൂൺ വേണമെന്നില്ല, നല്ലതാണല്ലോ മഞ്ഞളും ചേർക്കണത് കളറ് വരാനും. വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാനും നല്ല സാധനം കേട്ടോ. അപ്പം അതോടെ ഫ്രൈ ആയിക്കോട്ടെ. ലാസ്റ്റ് നമുക്ക് കറിവേപ്പില അങ്ങ് വെതറിയിടാവേ. കടലയും പിന്നെ ഇച്ചിരി കടലപ്പരിപ്പും പിന്നെ ഇച്ചിരി ഉഴുന്നില്ല, അതൊക്കെ ഫ്രൈ ആകുമ്പോൾ ഇടുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഓട്സ് കുറച്ച് നനച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലേ അത് നല്ല പാകത്തിനാവുള്ളൂ. അതിലേക്കൊന്ന്
മിക്സ് ചെയ്യുവാണേ. എൻ്റെ ഓട്സ് കൊണ്ടുണ്ടാക്കിയ അവലുണ്ടല്ലോ സെറ്റായി വന്നിട്ടുണ്ട്. കഴിച്ചോണ്ടിരിക്കണമെന്നോ തോന്നും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല. ഒരിക്കലെങ്കിലും ആരെങ്കിലും വീട്ടിൽ ഓട്സ് ഉള്ളവർ അഥവാ ഷുഗർ ഉള്ളവരോ അങ്ങനെയുള്ളത്. ഇപ്പോൾ എനിക്കിപ്പം അലർജി ഉള്ളതുകൊണ്ടും മൈദയും ഗോതമ്പും കഴിക്കുമ്പോൾ ചെറുതായിട്ട് അലർജി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഓർത്തു. ഒരു ദിവസം ഓട്സ് കൊണ്ട് വട ഉണ്ടാക്കിയായിരുന്നു, ഉള്ളിവട ഉണ്ടാക്കുന്ന പോലെ. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാട്ടോ, സൂപ്പർ ടേസ്റ്റ്. ജോക്കുട്ടനും അവന് ഇഷ്ടമായി, അവനെയും കാണിക്കണമെന്ന്. നല്ല സെറ്റായിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഹായ് ഹലോ. ഇന്ന് ഓട്സ് കൊണ്ട് ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതായത് ഇടയ്ക്ക് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വിശപ്പുണ്ടാകുമ്പോൾ എന്താ കഴിക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേ ഓട്സ് കൊണ്ട് അവലുണ്ടാക്കിയാലോ എന്ന്. അവൽ ഉണ്ടാക്കുമല്ലോ നമ്മൾ, മഞ്ഞ കളറിലെ അവൽ. അതുപോലെ ഓട്സ് കൊണ്ട് അവലുണ്ടാക്കാമെന്ന് ഓർത്തു. അവൽ റെസിപ്പി. അപ്പം അവലിടുന്ന പകരം ഓട്സ് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ട സാധനങ്ങൾ: സവോള, പച്ചമുളക്, ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇതിലില്ലാത്തതുകൊണ്ട് അത് എടുക്കുവാണ്. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ഞാൻ അവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ കടല കേട്ടോ, നിലക്കടല. അപ്പോൾ ഇനി ഉണ്ടാക്കണത് കാണിക്കാവേ.